തദ്ദേശ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സിപിഎമ്മിനെ വെട്ടിലാക്കി ബിജെപിയുടെ ഒന്നാം തരം ബോംബ്. രേഖാമൂലം ചിലവാക്കിയ 1000 കോടി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെയുള്ള 20,000 കോടി രൂപയുടെ വികസനം എവിടെ എന്ന ചോദ്യം ഉന്നയിച്ചിരിക്കുകയാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരം നഗരസഭയിൽ നടന്ന അഴിമതികളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനും നഗരകാര്യ മന്ത്രാലയത്തിനും കത്ത് നൽകിയതായി വ്യക്തമാക്കി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. കഴിഞ്ഞ 5 വർഷത്തിൽ കോർപ്പറേഷൻ രേഖാമൂലം ചിലവാക്കിയത് 1000 കോടി കേന്ദ്ര ഫണ്ട് ഉൾപ്പെടെ 20,000 കോടി രൂപയാണ്. എന്നാൽ അത്രയും തുകയുടെ വികസനം നടന്നിരുന്നു എങ്കിൽ തിരുവനന്തപുരം നഗരത്തിന്റെ തലവര തന്നെ മാറിയേനെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. കോർപ്പറേഷനിൽ വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികളെക്കുറിച്ച് രേഖകളില്ല. എല്ലാ വാഹനങ്ങളും നാശമായ അവസ്ഥയിലാണ്. പുതിയ വാഹനങ്ങൾ വാങ്ങിയതിലും ക്രമക്കേടുകളുണ്ട്. 2023-24 ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം മാലിന്യ സംസ്കരണ ആവശ്യങ്ങൾക്കായി വാങ്ങിയ 50 ഇ-റിക്ഷകൾ ചാർജിംഗ് സംവിധാനവും ഗുണനിലവാരവും ഇല്ലാത്തത് കാരണം വാറണ്ടിക്ക് മുമ്പ് തന്നെ 1 മാസം പോലും ഉപയോഗിക്കാതെ നശിച്ചു. ധാരാളം വാഹനങ്ങളുണ്ട് എങ്കിലും നഗരസഭ പുറത്തുനിന്ന് വാഹനങ്ങൾ വാടകയ്ക്കെടുത്ത് അതിലും അഴിമതി കാണിക്കുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ചൂണ്ടിക്കാട്ടി. മത്സ്യത്തൊഴിലാളി മേഖലയിലെ കുട്ടികൾക്ക് നൽകാനായി 1629 ലാപ്ടോപ്പുകൾ 5 കോടിയിൽ പരം രൂപയ്ക്ക് വാങ്ങി. അത് ആ മേഖലയിലെ കുട്ടികൾക്ക് കൊടുത്തതായി രേഖകളില്ല. 2.21 കോടി ചിലവാക്കി 8835 തെരുവ് നായകളെ വന്ധ്യംകരിച്ചു എന്ന രേഖ ഉണ്ടാക്കിയത് പച്ചക്കള്ളമാണ്. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ 100 കോടി ഉപയോഗിച്ച് സർക്കാർ ഓഫീസുകളിൽ സോളാർ ഊർജ്ജ പദ്ധതി നടപ്പിലാക്കാൻ 5 കോടിക്ക് മുകളിലുള്ള പദ്ധതി നടത്താൻ യോഗ്യതയില്ലാത്ത അനേർട്ടിനെ ഏൽപ്പിച്ചു. അതിലൂടെ പാർട്ടിക്കാർക്ക് ഉപകരാറുകൾ ലഭിച്ചു. ക്രമക്കേടും അഴിമതിയും തുടർന്നു. പദ്ധതി അവതാളത്തിലായി എന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. 10 വർഷം പഴക്കമുള്ള സുലഭ് ടോയ്ലറ്റുകളിൽ സ്മാർട്ട് സിറ്റി എന്ന ബോർഡ് വെച്ച് 1.5 കോടി രൂപയുടെ അഴിമതി നടത്തി. നികുതി പിരിവിൽ വ്യക്തികളിൽ നിന്ന് വാങ്ങിയ ചെക്ക് പണമാക്കാതെ അഴിമതി നടത്തുന്നുവെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. നഗരസഭയുടെ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിൽ പോലും ഇരട്ട ടെൻഡർ വിളിച്ച് അഴിമതി കാണിച്ചു. പട്ടികജാതി വിഭാഗങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചത് അനുവദിച്ചതിന്റെ 2% തുക മാത്രമാണ്. സ്കൂളുകളിൽ മൾട്ടിമീഡിയ സ്ഥാപിക്കുന്നതിൽ കോടികളുടെ ക്രമക്കേടും മാനസിക വൈകല്യമുള്ള കുട്ടികൾക്കായുള്ള പദ്ധതിയിൽ പോലും 30 ലക്ഷത്തിന്റെ ക്രമക്കേടും നടന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പേരുക്കട വാർഡിൽ ഇല്ലാത്ത നീന്തൽ കുളത്തിന്റെ പേരിൽ 1,40,00,000 രൂപയും തീരെ ശാസ്ത്രീയമല്ലാതെ നിർമ്മിച്ച തമ്പാനൂരിലെ പാർക്കിംഗ് പ്ലാസയുടെ പേരിലും വൻ തട്ടിപ്പുകൾ നടത്തിയ മേയറിനും കൂട്ടാളികൾക്കും എതിരെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ബിജെപിയുടെ പ്രതിരോധം തുടരും. അഴിമതിരഹിത ഭരണം നടക്കുന്ന തിരുവനന്തപുരം നഗരസഭയാണ് ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ബിജെപി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ സോമൻ, ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ്, സംസ്ഥാന സെക്രട്ടറി വി രാജേഷ് എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.